ഹലോ ഗൈസ്, എക്സാം ആയതുകൊണ്ട് ഒരാഴ്ച വീഡിയോ ഇടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇനി തൊട്ട് പെട്ടെന്ന് തന്നെ ഇട്ട് നമ്മുടെ എഫർ തീർക്കുന്നതായിരിക്കും. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ കഴിഞ്ഞ എപ്പിസോഡ് എന്താ സംഭവിച്ചെന്ന് കാണാം. ഇപ്പൊ എഫർ എല്ലാവരും കൂടെ അവരുടെ ഗേൾഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വിദേശത്ത് ട്രിപ്പിന് വന്നേക്കും. അങ്ങനെ ഷാൻഷായും മിങ്ങിന്റെ കൂടെ ഒരേ റൂമിൽ സ്റ്റേ എന്ന് അറിഞ്ഞ ഉടനെ അവള് ടെൻഷനി പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ പുറത്ത് നമ്മുടെ ഹുവയെ മറ്റേ പെണ്ണായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവള് ചെറുതായിട്ട് അപ്സെറ്റ് ആകും. അങ്ങനെ രാത്രി വരെ അവർ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ മിങ്ങും കുളിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഷാൻഷായ് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവനും ഷാൻഷായ് എനിക്കറിയാം ഞാൻ കാണാൻ ഹാൻസം ആണ് എന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കി കൊല്ലല്ലേ എന്നിന് അവനും പറഞ്ഞ് അടുത്തേക്ക് ഇരിക്കുമ്പോഴാണ് ഇതോടെ അവളും ടെൻഷനായിട്ട് നീ എന്തോ ഇപ്പൊ സംസാരിച്ചോണ്ട് എന്റെ അടുത്തിരിക്കുന്നത് എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും ഷാൻഷായ് നീയൊന്നും പേടിക്കണ്ട, നീ എപ്പോഴാണ് എന്നെ ഇഷ്ടപ്പെടുന്നത് അപ്പം തൊട്ടേ നമ്മൾ ഒരുമിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ആ ബെഡിൽ ചെന്ന് കിടക്കാൻ പോവാ എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു ചെറിയ ബെഡിൽ പോയി കിടക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഷാൻഷായും മിങ് നീ വേണം ഈ വലിയ ബെഡ് എന്ന് കിടക്കത്തുന്നത്, അത് നിനക്ക് ചേരത്തില്ലെന്ന് തോന്നുന്നത് എന്നിന് അവൾ അറിയാം. അപ്പൊ ഇത് കേട്ടതോടെ അവനും ഇല്ല നീ തന്നെ അവിടെ കിടന്നോ, ഒരു പക്ഷേ നിനക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണം എന്റെ കൂടെ ഇവിടെ കിടന്നോ, എനിക്കൊന്നും കുഴപ്പമില്ല എന്നിന് അവനും പറയുമ്പോൾ ഷാൻഷായ് സൈലന്റ് ആയിട്ട് ആ ബെഡിൽ തന്നെ കിടന്നിറങ്ങും. അങ്ങനെ ആ രാത്രി നമ്മുടെ മിങ് ഉറങ്ങിയ ശേഷം ഷാൻഷായ്ക്ക് മാത്രം ഉറക്കം വരത്തില്ല. അതുകൊണ്ട് അവളും പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ബീച്ചിന്റെ അവിടെ ഹുവ ഇരിക്കുന്നത്. ഇത് കണ്ട് അവൾ അടുത്തേക്ക് ചെന്ന് ഹുവ നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നിന് അവൾ ഇരിക്കുമ്പോഴാണ് അവന് ഷാൻഷായുടെ തോളി ചാഞ്ഞിട്ട് നീ എന്നെ ഹഗ് ചെയ്യാവോ എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവളും ഞാൻ എന്തിനാ ഹഗ് ചെയ്യുന്നത്, നീ ഇപ്പൊ ഡേറ്റ് ചെയ്യുന്ന ആ പെണ്ണിനെ വിളിച്ചാ പോരെ എന്നിന് അവളും പറയുമ്പോഴാണ് ഹുവയും ഷാൻഷായ് അവളോട്ട് ഞാൻ അത്രയും ക്ലോസ് അല്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നീ എന്നെ ഹഗ് ചെയ്തൊന്ന് സമാനപ്പെടുത്ത് എന്നിന് അവൻ പറഞ്ഞിട്ട് ഷാൻഷായിനെ ഹഗ് ചെയ്യുമ്പോഴാണ് അവനും പതുക്കെ പറയുന്നത് ഷാൻഷായ് രാവിലെ എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ രാത്രി മാത്രം എന്താണെന്ന് അറിയത്തില്ല ഞാൻ അപ്സെറ്റ് ആവും എന്നിന് അവനും പറയുമ്പോഴാണ് അവളും ഹുവ സത്യത്തിൽ നിനക്ക് ജിങ്ങും തമ്മിൽ എന്താ പ്രശ്നം, നിങ്ങൾ രണ്ടുപേരും അകന്നോ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവൻ ആ ഫ്ലാഷ് ബാക്ക് എടുത്ത് പറയുന്നത് ഷാൻഷായ് ആദ്യമൊക്കെ ഞാൻ അവിടെ പോയതിനു ശേഷം ഹാപ്പി ആയിട്ട് അവളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ സമയം പോകെ അവളുടെ വർക്ക് കുറെ ബിസി ആയി പോയി. എന്നാലും അവൾക്ക് വേണ്ടി വീട്ടിൽ ഒറ്റയ്ക്ക് എത്ര മണിക്കൂർ എടുത്താലും പോസ്റ്റായി തന്നെ അവിടെ വെയിറ്റ് ചെയ്യും. പക്ഷെ അവൾ ഒരു തവണ പോലും ഞാൻ കഴിച്ചോ അല്ല എന്നെ കുറിച്ചോ കെയർ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് എനിക്ക് തന്നെ മടുത്തുപോയി ഞാൻ തിരിച്ച് ഇവിടേക്ക് വന്ന്. മുമ്പൊക്കെ അവള് കാരണം എനിക്ക് സന്തോഷം വരുന്നുള്ളൂ, പക്ഷെ അവളോട് പോയതിനു ശേഷം എന്റെ സന്തോഷം ഞാൻ പോകാനുള്ള കാരണം തന്നെ അവളായി മാറി ഇപ്പം എന്നിനി ഇവ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം നമ്മുടെ മിങ് ഉണർന്നിട്ട് അവിടെ ഷാൻഷായില്ലാത്തണ്ട് അവന് ടെൻഷനി ഓരോരുത്തന്മാരും വിളിച്ച് പുറത്തേക്ക് വിളിക്കും. എടാ ഷാൻഷായ് കാണാനില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നിന് അവന്മാർ രണ്ടുപേരും ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞയക്കും. അങ്ങനെ ഇവനും ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഷാൻഷായ് അവിടെ വരുന്നത്. ഇത് കണ്ട് അവനും ഷാൻഷായ് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞില്ല ഇങ്ങനെ അറിയാത്ത സ്ഥലത്ത് പുറത്തിറങ്ങി നടക്കില്ലെന്ന്, ഒരു നീ കാണാതെ ഞാൻ എന്തോ ചെയ്യും എന്നിന് അവളെ കയറി സംസാരിക്കുമ്പോൾ കറക്റ്റ് അതേസമയം തന്നെ അവന്മാർ രണ്ടുപേരും കൂടെ അവിടെ വന്നിട്ട് ഷാൻഷായ് നീ എവിടെ പോവാണെങ്കിലും അവനോട് പറഞ്ഞിട്ടോ, നിന്നെ കുറിച്ച് ഓർത്ത് അവൻ എത്ര ടെൻഷനായെന്നറിയാം എന്നിന് അവന്മാരും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ മിങ്ങും ഷാൻഷായ് ഇന്നലെ രാത്രി കാണാൻ പോയത് ഹുവയാണെന്ന് അവൻ അറിയും. അതുകൊണ്ട് അവന് ഹുവയോട് ഞാൻ ചോദിക്കും എടാ ഇന്നലെ ഷാൻഷായ് നിന്നെ കാണാൻ വേണ്ടി വന്നായിരുന്നു എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഹുവയും ഇന്നലെയോ അവൾക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നേ, അപ്പോഴാ ഞങ്ങൾ തമ്മിൽ കണ്ടുപിട്ട് എന്നിന് അവനും പറയുമ്പം നമ്മുടെ മിങ്ങിന് ചെറിയ സംശയം കാണും, ഒരുപക്ഷെ അവൾക്ക് ഇപ്പോഴും നമ്മുടെ ഹുവ ഇഷ്ടമാണെന്ന്. അപ്പോഴാണ് യാനിഫെങ്ങും കൂടെ മൊബൈലിനകത്തൊരു കാര്യം നോക്കുന്നത്, അതായത് ജിങ് പെട്ടെന്ന് തന്നെ മാരേജ് ചെയ്യാൻ പോവാന്ന്. അങ്ങനെ അവളുടെ ബോയ് ഫ്രണ്ടിനെ കണ്ടിട്ട് ഇവന്മാർ രണ്ടുപേരും നമ്മുടെ ഹുവയുടെ ഈ കാര്യം പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ അവൾ ആരും വേണമെങ്കിലും കേട്ടിട്ട് എനിക്കെന്തോ ഏതിന് അവന് മൈൻഡ് ചെയ്തിരിക്കും. അങ്ങനെ ഈ ന്യൂസ് കേട്ട് നമ്മുടെ ഷാൻഷായ് വീണ്ടും അവനെ കുറിച്ച് ഓർത്ത് ഫീൽ ചെയ്ത് അന്ന് രാത്രി വീണ്ടും അവനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോകും. പക്ഷെ ഈ പ്രാവശ്യം നമ്മുടെ മിങ് അവൾ പോകുന്നില്ല കണ്ടോണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഷാൻഷായ് പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഇന്നലത്തെ പോലെ തന്നെ ഹുവ അവിടെ വിഷമിച്ച് ഒറ്റയ്ക്കിരിക്കുന്നത്. ഇതുകൊണ്ട് അവൾ അടുത്തേക്ക് ചെന്നിട്ട് ഹുവ നിനക്കും ജിങ്ങും തമ്മിൽ സത്യത്തിൽ എന്തോ പ്രശ്നം എനിക്ക് അറിയത്തില്ല, പക്ഷെ അവൾക്കിപ്പം വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് ഉറപ്പായി, ഇനി നീ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പോന്നെ, നിനക്കിതോർത്ത് വിഷമം തോന്നില്ല എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഷാൻഷായ് അത് എനിക്കും അറിയാത്ത ഞാൻ എങ്ങനെ ഇതൊക്കെ മറന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ പോകുന്നത് എന്നിന് അവൻ പറയുമ്പോൾ തന്നെ ഷാൻഷായ് വിഷമിച്ചോണ്ട് ഹുവ നിന്നെ കൊണ്ട് എളുപ്പത്തിൽ നീ നിന്നൊക്കെ പുറത്തു വരാൻ സാധിക്കും, കാരണം നീ ടാലന്റ് ആയിട്ടുള്ള ഒരു പയ്യന എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കണ്ട് അവനും ഷാൻഷായ് നീ എന്റെ ടാലന്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് പിന്നെന്തിനാ നീ കരയുന്നത് എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഹുവ എന്താണെന്നറിയത്തില്ല നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്കത് ഹേട്ടാവുന്നു എന്നിന് അവളും പറയുമ്പോൾ തന്നെ ഹുവ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഷാൻഷായ് ഞാൻ എന്തിനാ നിന്നെ സ്നേഹിക്കാതെ പോയ എന്നിന് അവളെ കിസ് ചെയ്യും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം തന്നെ നമ്മുടെ മിങ് ഇത് കണ്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് ഇവരെന്നും തിരിഞ്ഞിട്ട് നമ്മുടെ ഹുവയും അവനോട് എടുത്തു പറയാൻ വരുമ്പോഴാണ് മിങ് അതൊന്നും കേൾക്കാതെ മതി നിർത്ത് ഷാൻഷായ് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരൊറ്റ പെണ്ണെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ, അത് നീയാ, പക്ഷെ നിനക്ക് ഇപ്പോഴും അവനെ ഇഷ്ടം എന്നറിഞ്ഞ ഞാൻ നിന്റെ പുറകെ വരത്തില്ലായിരുന്നു എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും അവനെ ഓർത്ത് ഫീൽ ചെയ്ത് മിങ്ങിനോട് സോറി വയ്ക്കും. ഇത് കേട്ട് അവനും ദേഷ്യപ്പെട്ട് ഷാൻഷായ് ഇനി തൊട്ട് എനിക്ക് നീയായിട്ടൊരു ബന്ധമില്ല, ഞാൻ നിന്നെ എന്റെ ലൈഫിൽ മീറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ കരുതിക്കോ എന്നിന് അവനും പറഞ്ഞിട്ട് ആ ദേഷ്യത്തിൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് അങ്ങ് പോകും. അങ്ങനെ അടുത്ത ദിവസം ഇവരെല്ലാരും കൂടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോഴാണ് ഫെങ്ങിയാനും കൂടെ അവന്മാർക്കൊന്നും സത്യം അറിയാത്തുണ്ട് എടാ ഈ മിങ് എന്തിനാടാ നേരത്തെ തന്നെ നാട്ടിലേക്ക് പോയ ഷാൻഷായ് അവൻ നിന്നോടെല്ലാം പറഞ്ഞായിരുന്നു എന്നിന് അവന്മാർ ചോദിക്കുമ്പോഴാണ് അവളും എനിക്കും അറിയാൻ വയ്യ എന്നിന് ഇവെല്ലാം സംസാരിച്ചോണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരും. അപ്പോഴാണ് ഷാൻഷായ് കണ്ടിട്ട് അച്ഛനമ്മയും കൂടെ മോളെ ഷാൻഷായ് നിന്റെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, മിങ്ങിനും കൂടെ ഫുൾ എൻജോയ് ചെയ്തോ എന്നിന് അവരും ചോദിക്കുമ്പോഴാണ് ഷാൻഷായും അമ്മേ അവനെ കുറിച്ചൊക്കെ ഇപ്പോഴെന്തിനാ സംസാരിക്കുന്നത് എന്നിന് അവളും പറഞ്ഞിട്ട് റൂമിലേക്ക് പോകും. അപ്പോഴാണ് ഇവളെ കണ്ടിട്ട് അവരെണ്ടേരും കൂടെ മിക്കവാറും ഇവൾക്കും മിങ്ങിനും തമ്മിൽ എന്തോ
വഴക്ക് നടന്നിട്ടുണ്ട്. ഏതിന് അവരുടെ കൂടെ പുറത്തുനിന്ന് സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം ഷാൻഷി റൂമിൽ ചെന്നിട്ട് അവളിങ്ങനെ ഓർത്തോണ്ടിരിക്കും, എന്തായാലും മിങ് എന്നെ ഇനി സ്നേഹിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വിട്ടയച്ചിട്ട് പോയി. അതും ഒരു വിധത്തിൽ നല്ലതാ, കാരണം എനിക്കെന്തായാലും അവന് ഇഷ്ടമല്ല. എങ്കിൽ പിന്നെ ഇതായിരിക്കട്ടെ ഞങ്ങളുടെ എൻഡിങ്. ഏതിന് അവളും തന്നെ തന്നെ മനസ്സിൽ വെച്ചോണ്ടിരിക്കും. അതേസമയം നമ്മുടെ മിങ്ങും അവൾ ഹുവയെ കിസ് ചെയ്ത് കട്ട ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കാണുന്ന മിങ്ങിന്റെ ഗാർഡിയനും ഒരാൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും, മാഡം ഇവിടെ മിങ്ങിന്റെ അവസ്ഥ കുറച്ച് മോശമായിട്ട് വരിക. എന്നിട്ട് അയാൾ ഒരാൾക്ക് മെസ്സേജ് അയക്കും. അതിനുശേഷം അടുത്ത ദിവസം ഹുവയ്ക്കിപ്പം ഷാൻഷയോട് ഇഷ്ടമുണ്ടെന്ന് കോളേജ് മൊത്തം പകരും. അങ്ങനെ ഈ കാര്യം അറിഞ്ഞിട്ട് യാനിഫെങ്ങും കൂടെ നേരെ വന്ന് ഹുവയുടെ തന്നെ ചോദിക്കും, എടാ ഹുവ, നിനക്ക് ഷാൻഷയെ ഇഷ്ടമാണോ? നിനക്ക് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നിയടാ? നമ്മുടെ മിങ് അവൾ എത്രമാത്രം സ്നേഹിക്കുന്നത് നിനക്കും അറിയാല്ലേ? എന്നിട്ട് അവന്മാരും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഹുവയും തിരിഞ്ഞ് ഒന്നും പറയാതിരിക്കുന്നത്. അപ്പോഴാണ് അവിടെ മിങ് വരുന്നിട്ട് അവനും പറയും, ഗൈസ് എനിക്കിപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ മൂടില്ല. എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അവനെ നിർത്തി മിങ് അടുത്തേക്ക് വന്നിട്ട്, എടാ ഹുവ, ഇനി തൊട്ട് നിനക്ക് മൂഡ് വരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇനി നീ F4 അല്ല, അതുകൊണ്ട് എന്റെ ഫ്രണ്ടും അല്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവന്മാരുടെ ദേഷ്യപ്പെട്ട്, എടാ ഇവിടെ എന്തോ നടക്കുന്നത്? ഒരു പെണ്ണിന് വേണ്ടി നീ അവനെ ഫ്രണ്ട് അല്ലെന്ന് പറയുന്നത്. എന്നിട്ട് അവന്മാർ ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും, എടാ ഞാൻ അവളെ സ്നേഹിക്കുമെന്ന് അറിഞ്ഞിട്ടും എന്നെ ചതിച്ചത് ഇവനാ, അതുകൊണ്ട് ഇനി തൊട്ട് ഇവൻ എന്റെ ഫ്രണ്ട് അല്ല. എന്നിട്ട് അവനും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഷാൻഷാലിയും കൂടെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ നമ്മുടെ മിങ് നിൽക്കുന്ന അവൾ കാണുന്നത്. അങ്ങനെ അവളെ കണ്ടതും അവന് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് അങ്ങ് തിരിയും. ഇത് കണ്ട് ലിയും, ഷാൻഷായി നിനക്കും മിങ്ങും തമ്മിലുള്ള പ്രശ്നമുണ്ടോ? എന്നിട്ട് അവള് ചോദിക്കുമ്പോഴാണ് ഷാൻഷായും, ഓ അതൊക്കെ നീ വിട്. എന്നിട്ട് അവള് നേരെ നമ്മുടെ ഹുവയെ കാണാൻ വേണ്ടി മുകളിലേക്ക് ചെല്ലും. അങ്ങനെ അവനും മിങ്ങിന്റെ പടം മതിലൊക്കെ വരച്ചിട്ടൊക്കെ കാണുമ്പോഴാണ് ഇത് കണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന്, ഹുവ ഞാൻ കാരണമല്ലേ നിങ്ങൾ തമ്മിൽ പ്രശ്നം വന്ന്? എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഹുവയും, ഷാൻഷായി ഇത് നിന്റെ തെറ്റെന്തുവാ? ഞാനല്ലേ എന്റെ ആവശ്യത്തിന് നിന്നെ കിസ് ചെയ്ത്, അതുകൊണ്ട് ഇത് എന്റെ തെറ്റാ. പിന്നെ നാളെ നീ ഫ്രീ ആണോ? നമുക്കൊരു ഡേറ്റിന് പോയാലോ? എന്നിട്ട് അവനും ചോദിച്ചോടെ ഇത് കേട്ട് ഷാൻഷയെ സന്തോഷത്തി അടുത്ത ദിവസം ഡേറ്റിന് പോകാൻ വേണ്ടി ഒരുക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അച്ഛനമ്മയും കൂടെ, ഷാൻഷായി നീ ഇപ്പൊ ആരെ കാണാൻ വേണ്ടി പുറത്തിറങ്ങുക? എന്നിട്ട് അവർ ചോദിക്കുമ്പോഴാണ് അവളും, അമ്മേ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പുറത്തേക്ക് പോവാ. എന്നിട്ട് അവൾ പറയും, ഇത് കേട്ട് അമ്മയും, ഫ്രണ്ടോ? മിങ്ങിനാണ് നീ ഉദ്ദേശിച്ചത്? ഓ അപ്പൊ ഡേറ്റിന് പോവല്ലേ? എന്നിട്ട് അവരുടെ ഓരോന്നും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും, ഓ അമ്മേ മിങ്ങും കിങ്ങൊന്നും അല്ല, ഞാൻ എന്റെ ഫ്രണ്ടിനോട് പുറത്തു പോവാ. എന്നിട്ട് ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഹുവ അവിടേക്ക് വരുന്നത്. ഇത് കണ്ട് അമ്മയും അച്ഛനും കൂടെ, ഓ ഇതായിരുന്നു നിന്റെ ഫ്രണ്ട്, കാണുന്ന നല്ല ഹാൻഡ്സം ആണല്ലേ? എന്നിട്ട് ഇവർ രണ്ടുപേരും അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഹുവയും, ഹായ് ആന്റി, ഞാൻ ഷാൻഷയുടെ ക്ലാസ്മേറ്റ്. എന്നിട്ട് അവൻ വന്നോടെ നമ്മുടെ ഷാൻഷയെ പെട്ടെന്ന് തന്നെ അവനെ വിളിച്ചോണ്ട് പുറത്തേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് ഇത് കണ്ട അമ്മയും, ഞാൻ പറഞ്ഞില്ലേ അവള് പുറത്ത് ഡേറ്റിന് പോവാന്ന്, എന്റെ മോള് എന്നെ പോലെ തന്നെ ഹാൻഡ്സം ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവർ പറയുമ്പോഴാണ് അച്ഛനും, എടി അപ്പൊ എനിക്കും നീ കുറെ പേര് നോക്കിയിട്ടുണ്ടോ? അവസാനം നീ എന്റെ തലയിലായി അല്ലേ? എന്നിട്ട് ഇവരുടെ കൂടെ തർക്കിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവരുടെ കൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഷാൻഷൻ ചോദിക്കുന്നത്, ഹുവാ നമ്മളിപ്പോ എവിടെ പോന്നെ? എന്നിട്ട് അവൾ ചോദിക്കുമ്പോൾ അവനും, എനിക്കറിയത്തില്ല, എന്റെ പ്ലാൻ ഒന്നുമില്ല, നിന്റെ കയ്യിലുണ്ടോ? എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, എനിക്ക് പ്ലാൻ ഒന്നുമില്ല, വേണേ ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു ഹോട്ടലിൽ ചെന്നല്ല, അവിടുത്തെ ഫുഡ് എല്ലാം കിട്ടില്ല. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും, എങ്കിൽ ശരി, എങ്കിൽ പിന്നെ നമുക്ക് അവിടേക്ക് തന്നെ പോകാം. എന്നിട്ട് ഇവരുണ്ടേരും കൂടെ വേറെ ഒന്നും സംസാരിക്കാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷാൻഷൻ ടെൻഷനായി കൊണ്ട്, എന്തേലൊക്കെ ടോപ്പിക് എടുക്കണമല്ലോ, ഇങ്ങനെ ബോറടിച്ച് നടക്കുന്ന അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എന്നിട്ട് അവൾ ഓർത്തിട്ട് പെട്ടെന്ന് ജിങ്ങിനെ കുറിച്ച് ഒരു ടോപ്പിക് എടുക്കും. ഹുവാ നിനക്ക് അവിടുത്തെ സ്ക്രീൻ ഓർമ്മയുണ്ടോ? പണ്ട് അവിടെ ജിങ്ങിന്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് പെട്ടെന്ന് അവനും ദേഷ്യത്തി, ഷാൻഷായി അവളെ കുറിച്ച് ഇപ്പൊ എന്തിനോ ഓർമ്മിപ്പിക്കുന്നത്? എന്നിട്ട് അവൻ പറഞ്ഞോടെ അവളും, സോറി ഞാൻ അത് അറിയാതെ പറഞ്ഞു പോയതാ. എന്നിട്ട് വീണ്ടും ഇവരെന്തെങ്കിലും കൂടെ സൈലന്റ് ആയിട്ട് നടക്കും. അപ്പോഴാണ് അവനും, ഷാൻഷായി ഞാൻ ഇതിനു മുമ്പ് ഒരു പെണ്ണായിട്ട് ഇങ്ങനെ പുറത്ത് ഡേറ്റിന് പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ കുറച്ച് ബോറാണെങ്കിൽ നീ പറഞ്ഞാൽ മതി, നമുക്ക് വേണേ തിരിച്ച് വീട്ടിലേക്ക് പോകാം. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും, ഇല്ല എനിക്ക് F4 ഏറ്റവും ഇഷ്ടപ്പെട്ട് നിന്നെ, പിന്നെ എങ്ങനെ നീ ബോറാവുന്നത്? എന്നിട്ട് അവനെ കുറിച്ച് പൊക്കി പറയുമ്പോൾ ഇത് കേട്ട് ഹുവയും, ഓ ആണോ, എനിക്ക് അത്രയ്ക്ക് വിലയൊക്കെ ഉണ്ടോ? എങ്കിൽ ശരി വാ നമുക്ക് പോവാം. എന്നിട്ട് അവൾ ഒറ്റയ്ക്കാക്കിയിട്ട് ആ ഫ്രണ്ടിലോട്ടങ്ങ് നടക്കും. അങ്ങനെ ഇത് കണ്ട് അവൾ അടിച്ചു പിടിച്ചൊക്കെ അവനെ ഫോളോ ചെയ്തങ്ങ് പോകും. അങ്ങനെ അവസാനം ഇവരുടെ കൂടെ റെസ്റ്റോറന്റ് ചെല്ലുമ്പോഴാണ് ഷാൻഷായും അവന് ഇഷ്ടപ്പെടാത്ത സ്പൈസി ഫുഡൊക്കെ ഓർഡർ ചെയ്യും. അപ്പൊ ഇത് കണ്ടിട്ട് അവന് കഴിക്കാതിരിക്കുമ്പോഴാണ് അവളും, ഓ സോറി ഹുവ, ഞാൻ വിചാരിച്ചു നിനക്ക് സ്പൈസി ഫുഡൊക്കെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും, ഓ അതൊന്നും കുഴപ്പമില്ല, നീ തന്നെ ഇതെല്ലാം കഴിച്ചോ. എന്നിട്ട് എല്ലാ ഫുഡ് എടുത്ത് അവളുടെ അടുത്തേക്ക് നീക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അറിയാതെ അവൾ പുറത്തേക്ക് ഫുഡ് തുപ്പിക്കളയുന്നത്. ഇതോടെ അവള് നെർവസ് ആയിട്ടിരിക്കുമ്പോഴാണ് ഹുവയും ടിഷ്യൂ പേപ്പർ എടുത്ത് അവൾക്ക് തുടയ്ക്കാൻ വേണ്ടി തരും അവൾ വിചാരിക്കുമ്പോൾ ആ ടിഷ്യൂ പേപ്പർ എടുത്ത് അവന്റെ കയ്യിൽ തുപ്പലൊക്കെ തുടച്ചോണ്ടിരിക്കും. ഇതോടെ അവൾക്കൊരു വലിയ നാണക്കേടായിട്ട് ഇവന്റെ ഡേറ്റിനെ കാര്യമൊക്കെ അന്നുമായിട്ട് ഹുവാങ്ങിനോട് എടുത്ത് പറഞ്ഞോണ്ടിരിക്കും. എടി ഹുവാങ്, ഹുവായിട്ട് ഡേറ്റിന് പോയപ്പം എനിക്ക് എന്തോ പറയണമെന്നൊന്നും അറിയത്തില്ല, മൊത്തത്തിൽ ഒരു ബോറിംഗ് സിറ്റുവേഷൻ ആയിരുന്നു. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഹുവാങ്ങും, ഷാൻഷായി അപ്പൊ നീ ഇതിനു മുമ്പ് മിങ്ങുമായിട്ടൊക്കെ പുറത്തുപോയിട്ടുണ്ടല്ലേ, അതെങ്ങനെ ഫീൽ ചെയ്ത? എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് ഷാൻഷായും, ഓ ആ പൊട്ടനെ കുറിച്ച് ഇപ്പൊ തന്നെ പറയുന്നത്, അവനോട് എപ്പോ പുറത്തു പോയാലും അടി ഉണ്ടാകത്തേ ഉള്ളു, പക്ഷെ അവന്റെ കൂടെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ നെർവസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല, എനിക്ക് ഫുൾ ഫ്രീഡം കാണും. എന്നിട്ട് അവള് പറഞ്ഞോടെ ഇത് കേട്ട് ഹുവാങ്ങും, ഷാൻഷായി അപ്പൊ നിനക്ക്
മിങ്ങുമായിട്ട് ഡേറ്റിന് പോകുന്നതാ ഇഷ്ടപ്പെട്ടല്ലേ. എന്നിട്ട് അവൾ ഓരോന്ന് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഇതികടി ഷാൻഷയും ഓ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഹൂവെ ഇഷ്ടപ്പെട്ടോണ്ടാ അവന്റെ കൂടെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കുറച്ച് ഷൈ ആയിട്ടൊന്നും സംസാരിക്കാതിരിക്കുന്നത്. പക്ഷെ എനിക്ക് ആ മട്ടിനൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് മിങ്ങിന്റെ ടോപ്പിക്കൊക്കെ വിട്. എന്നിട്ട് അവളും വീട്ടിലേക്ക് പോയിട്ട് കബോർഡ് തുറന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് മിങ് തന്ന കോട്ടിരിക്കുന്നത്. അങ്ങനെ അതും പിടിച്ചോണ്ട് വീണ്ടും നമ്മുടെ മിങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് അവളും കോൺഷ്യസ് ആയിട്ട് എടി ഷാൻഷായി നീ എന്തിനിപ്പോ അവനെ കുറിച്ച് ഓർക്കുന്നത്, നിനക്കിഷ്ടം ഹൂവ ഫിക്സ് ചെയ് എന്നിനെ തന്നെ അവൾ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഷാൻഷായ ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് ഒരു അമ്മൂമ്മയെ ബാക്കിൽ നിന്ന് വെച്ച സൈക്കിൾ കൊണ്ട് ഇടിക്കുന്നത്. ഇത് കണ്ട് ഷാൻഷായ അമ്മൂമ്മയെ രക്ഷിച്ചിട്ട് നേരെ അവന്റെ അടുത്തേക്ക് പോകും. എടാ നിന്നെ കണ്ണില്ല, ഇങ്ങനെ സ്പീഡിൽ വന്ന് അവരെ ഇടിക്കുന്നത്, മര്യാദയ്ക്ക് ഇവരെ വിളിച്ചോണ്ട് ആശുപത്രി പോ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവനും ദേഷ്യപ്പെട്ട് എന്തോ ആശുപത്രി പോകാനോ, അതിന് ഞാൻ പാഞ്ഞു വന്നല്ലേ ഇടിച്ച, ആകെ ഈ സൈക്കിള് തുരുമ്പടിച്ചോണ്ട് കുറച്ച് സ്പീഡിലേ പോകത്തുള്ളൂ, ഇനി ഈ കിളവി വിളിച്ചോണ്ട് ഞാൻ ആശുപത്രി പോണോ. എന്നിട്ട് അവന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഷാൻഷായും ദേഷ്യപ്പെട്ട് എടാ മര്യാദയ്ക്ക് ഇവരെ വിളിച്ചോണ്ട് ആശുപത്രി പോ, അവർക്ക് നല്ല പരിക്കൊറ്റിട്ടുണ്ട്. എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ട് അവൻ ദേഷ്യപ്പെട്ട് പരിക്കൊറ്റിങ്ങി നീ വിളിച്ചോണ്ടോടി. എന്നിട്ട് അവളെ അടിക്കാൻ വരുമ്പം കറക്റ്റ് അതേ സമയം ഒരു ലേഡി വന്ന് അവളെ രക്ഷിക്കും. ഇതാണ് നമ്മുടെ മിങ്ങിന്റെ ചേച്ചി. ചേച്ചിയുടെ ഒരടിയിൽ തന്നെ അവന്റെ മൈൻഡെല്ലാം ക്ലിയർ ആയി. അമ്മമ്മേ വാ ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാം. എന്നിട്ട് സൈക്കിളിൽ വന്നവൻ അമ്മമ്മയും പൊക്കി എടുത്തോണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അതിനുശേഷം ചേച്ചിയും ഷാൻഷയുടെ കയ്യിൽ മുറിവണ്ടിട്ട് ഓ മോളെ നിന്റെ കൈ മുറിഞ്ഞിരിക്കുന്നല്ലേ, വാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് ചേച്ചി വിളിക്കുമ്പോഴാണ് അവളും ഇല്ല ഇത് ചെറിയ മുറിവാ, ഞാനിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവാ. എന്നിട്ട് അവളും പറയുമ്പം ഇതൊന്നും ചേച്ചിയും കേൾക്കാതെ ഇല്ല മോളെ നീ ഒരാളെ രക്ഷിക്കാൻ നോക്കിയപ്പം നിനക്ക് മുറിവ് പറ്റിയതല്ലേ, ഇത് ചെറിയ മുറിവൊന്നല്ല, എന്റെ വീടെടുത്ത വാ നമുക്ക് പോവാം. എന്നിട്ട് അവളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് ഷാൻഷയ്ക്ക് മനസ്സിലാവുന്നത് ഇത് മിങ്ങിന്റെ വീടാണ്. അതോടെ അവൾക്ക് ഡൗട്ടാവും ഇത് അവന്റെ ചേച്ചി വല്ല ആയിരിക്കുമെന്ന്. അങ്ങനെ അവളും മിങ്ങിനെ കാണാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞൊക്കെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഗാർഡിയൻ കണ്ടിട്ട് ഓ ഷാൻഷായ് നീ എന്ത് ഇവിടെ. എന്നിട്ട് അവളെ വിളിക്കും. അപ്പൊ ഇത് കേട്ട് ചേച്ചിയും അങ്കിൾ നിങ്ങൾക്ക് ഈ കൊച്ചിനെ അറിയോ എന്നിനെ ചേച്ചി ചോദിക്കുമ്പോ തന്നെ അയാളും പിന്നല്ലാതെ ഷാൻഷായ് നമ്മുടെ മിങ്ങിന്റെ കോളേജിൽ പഠിക്കുന്ന, ഇതിനു മുമ്പ് ഇവൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അയാൾ പറയുമ്പോഴാണ് ഇത് കേട്ട് ചേച്ചിയും ഓ ഷാൻഷായ് ഇന്ന് മിങ്ങിന്റെ കോളേജിലാണോ, എങ്കിൽ പിന്നെ നീ എന്റെ ഫ്രണ്ട് ആണല്ലോ, ഇനി നീ ഇവിടെ നിന്ന് പതുക്കെ പോയാൽ മതി. എന്നിട്ട് അവളെ പിടിച്ച് അവിടെ നിർത്തും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വിടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഹൂ ആക്ട് ചെയ്ത മൈ യൂണിക്കോൺ ഗേൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.